ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര കട്ടക്കലിപ്പിലാണുള്ളത്. സച്ചി കാരണമാണ്, സച്ചിയാണ് എല്ലാത്തിനും കാരണം. സച്ചി കാരണം ഇപ്പൊ എന്തു പറ്റി, നമ്മുടെ ശ്രുതിക്ക് കട വരെ നഷ്ടപ്പെട്ടു. അപ്പം ഇതിന് സച്ചി അല്ല കൂടുതൽ കാരണക്കാരൻ, നമ്മുടെ ശ്രുതി തന്നെയാണ്. അപ്പൊ ശ്രുതി, നീയാണ് ഇതിന് കാരണക്കാരി, അപ്പൊ നീ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചോദിക്കുകയാണ്. നീ മറ്റേ പൈസ ഏർപ്പാടാക്കാൻ പറഞ്ഞ ആളെ വിളിച്ചായിരുന്നോ, സംസാരിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി, വിളിച്ചായിരുന്നമ്മേ, സംസാരിച്ചായിരുന്നമ്മേ. എന്നാ പിന്നെ എത്രയും വേഗം പൈസ ഉണ്ടാക്കിയിട്ട് ഇതുങ്ങളുടെയൊക്കെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയാ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നേരാപ്പാര നടക്കുക കേട്ടോ റൂമിൽ. എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല, കടയെല്ലാം നഷ്ടമായി പോകുമോ എന്നുള്ള പേടി ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതി പറയാ, അഭിലാഷ് സാറിന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് നാണം കെട്ടു, എന്നോടുള്ള റെസ്പെക്ട് ഒക്കെ പോയില്ലേ, ഒന്ന് സോറി പറയാൻ വേണ്ടി ഫോൺ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല ശ്രുതി. ഷോറൂമുകളിലെ സ്റ്റാഫുകളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ. അപ്പൊ ശ്രുതി പറഞ്ഞു, ഷോറൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്കിപ്പോ ഒരു വിലയും ഇല്ലാതായി. പോയ മര്യാദ തിരിച്ചു കിട്ടണമെങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. അല്ല, എന്തു വഴിയാ നീ ഉദ്ദേശിക്കുന്നത്? നമ്മളെ പറ്റിച്ച് 30 ലക്ഷം രൂപയായിട്ട് കടന്ന് കളഞ്ഞ കള്ളനുണ്ടല്ലോ വിശ്വനാഥൻ, അവനെ കണ്ടുപിടിച്ച് ആ 30 ലക്ഷം രൂപ തിരികെ മേടിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ക്യാഷ് മേടിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്കിളിന് കൊടുക്കണം. അയ്യോ, നീ എന്ത് വർത്താനമാ ശ്രുതി പറയുന്നത്? അങ്ങനെ എങ്ങനെ അച്ഛന് ക്യാഷ് കൊടുക്കാൻ പറ്റും? സബ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ച പൈസയും 30 ലക്ഷം രൂപ, അവർക്ക് സാധനം കൊടുക്കണ്ടേ? ഈ 30 ലക്ഷം രൂപ അയച്ചാലേ അഭിലാഷ് സാറ് സാധനം അയക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ സബ് ഡീലേഴ്സ് വന്ന് ഷോപ്പിൽ പ്രശ്നം ഉണ്ടാക്കും. അതാകപ്പാടെ വിഷയമാവില്ലേ? നമുക്ക് അച്ഛന് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ആ 30 ലക്ഷം രൂപ കിട്ടിയ ഉടനെ അത് നമുക്ക് അഭിലാഷ് സാറിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം. സുധിയുടെ ഈ ദുരാഗ്രഹം എവിടെ കൊണ്ടൊന്ന് എത്തിക്കുമെന്തോ എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു സുധി, ഇത്രയും വലിയൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചതെന്ന് തെറ്റായിപ്പോയി. ഓഹോ, അപ്പൊ ഞാൻ മാത്രമാണോ തീരുമാനിച്ചത്? നീയും കൂടെ ചേർന്നല്ലേ തീരുമാനിച്ചത്? ഇപ്പം എന്റെ തലയിലായല്ലേ. എടി, ഇത്രയും വലിയ വീട് നീ വാങ്ങണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ പിന്മാറിയാനല്ലോ. ഓഹോ, അപ്പൊ കുറ്റം എന്റെ തലയിലായോ? അപ്പൊ ഞാനാണോ എല്ലാത്തിനും കാരണക്കാരി? എന്റെ പൊന്നു ശ്രുതി, അതല്ല. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അഡ്വാൻസ് കൊടുക്കണ്ടെന്ന് രേവതി പറഞ്ഞതല്ലേ, അന്ന് കൊടുക്കാതിരുന്നാ പോരായിരുന്നു? അവൾ അസൂയ കൊണ്ടാ പറയുന്നത്, അതൊന്നും നോക്കണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? ഇപ്പൊ ആ കുറ്റം എന്റെ തലയില്, എല്ലാ കുറ്റവും എന്റെ തലയില് അല്ലേ ശ്രുതി? അയ്യോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ശ്രുതി, നീ അതൊക്കെ അങ്ങ് വിട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് പറ. അത് പിന്നെ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും വിശ്വനാഥനെ കണ്ടുപിടിച്ച് 30 ലക്ഷം രൂപ തിരിച്ചു മേടിക്കണം. അതിപ്പം സച്ചി വിശ്വനാഥനെ അന്വേഷിച്ച് കണ്ടെത്താന്നല്ലേ പറഞ്ഞത്? ഒരു സച്ചി അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിപ്പോ ഞാൻ എവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ? എനിക്കറിയത്തില്ല. അവനെ കണ്ടെത്താനൊക്കെ സമയം എടുക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 30 ലക്ഷം രൂപ വേണം. സുധി, നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ അച്ഛനോട് ക്യാഷ് ചോദിക്കുക. എന്തിനും അവസാനം എന്റെ അച്ഛനുണ്ടല്ലോ, അത് പിന്നെ അതേ ഉള്ളൂ ഇപ്പൊ പോംവഴി. എന്താ സുധിയുടെ വിചാരം? എന്ത് വിഷയം വന്നാലും നീ നിന്റെ അച്ഛനോട് ക്യാഷ് ചോദിച്ചെന്ന് സുധിയും സുധിയുടെ അമ്മയെ പറയുന്നുണ്ടല്ലോ. എന്താ, എന്റെ അച്ഛന് ജയിലിൽ ബാങ്ക് നടത്തുന്നുണ്ടോ? അറിയാമെല്ലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉളുപ്പില്ലെങ്കിലും എനിക്ക് എന്റെ അച്ഛനാണെങ്കിൽ കൂടി ഉളുപ്പുണ്ട് ചോദിക്കുന്നതിന്. എപ്പോഴും ഇങ്ങനെ കൈ നീട്ടാൻ പോയി പറ്റുമോ നമുക്ക്? അത് നാണക്കേടല്ലേ? ഞാൻ എന്നും ഇങ്ങനെ ക്യാഷ് ചോദിച്ചാൽ അച്ഛൻ എന്താ വിചാരിക്കുക? ഞാൻ ഏതോ ഒരു ദരിദ്രവാസി കുടുംബത്തിലാ വന്നതെന്ന്, എന്നെ ക്യാഷിന് വേണ്ടിയാ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് തോന്നില്ലേ? അത് പിന്നെ ശ്രുതി, ആ വിശ്വനാഥനെയൊക്കെ കണ്ടെത്താൻ ലേറ്റ് ആയിട്ടുണ്ട് പ്രശ്നമല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. എന്തായാലും അച്ഛനോട് ഞാൻ ക്യാഷ് ചോദിക്കത്തില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല. വിശ്വനാഥനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം, അതേ ഇതിനൊരു പോൻ വഴിയുള്ളൂ. നിന്നോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്റെ ഈശ്വര, ഇതിന് എന്തൊരു വഴിയാ ഇനി ഉള്ളത്? ഇവരെ പോലെയുള്ള ഊടായ്പിനൊക്കെ ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ്, ആകെപ്പാടെ പെട്ട് പുള്ളിക്കാരൻ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പത്രം വായിക്കുന്നു. ചന്ദ്രയാണ് ഒരു സൈഡിൽ ഇരുന്ന് ഭയങ്കര ആലോചന. എന്താ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ രവീന്ദ്രൻ ഇത് കാണുകയായിട്ട് ചന്ദ്ര എന്തോ ആലോചിക്കാം. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര ഒരു ആലോചന? അത് പിന്നെ എന്തു പറ്റി? എന്താ ഭയങ്കര ആലോചനയാണല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കയറി വരുന്നത്. അപ്പോഴും നിന്ന് ഇങ്ങനെ ചന്ദ്ര ആലോചിക്കുക.
അപ്പോഴത്തേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും അല്ല, ശ്രുതിയും ശ്രുതിയുമാണ്. അപ്പൊ ശ്രുതി ചോദിച്ചു, എന്താ എന്താ അമ്മയെ ആലോചിക്കുന്നത്? അത് പിന്നെ ശ്രുതി, നീ നിന്റെ ഇളയച്ചനെ വിളിച്ചായിരുന്നോ? ക്യാഷ് വേണമെന്ന് പറഞ്ഞായിരുന്നോ? ക്യാഷ് വരുമില്ലയോ? അതാ എനിക്ക് പറയേണ്ടത്. അത് അത് പിന്നെ ആന്റി, ഞാൻ ഇളയച്ചനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പൊ മലേഷ്യയിലെ അല്ല, മലേഷ്യയിൽ ചെന്നിട്ട് അച്ഛനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ക്യാഷ് കിട്ടാൻ വൈകത്തില്ലേ ശ്രുതി? നിന്റെ ഇളയച്ചനോട് വേറെ ആരോടെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ. അത് പിന്നെ അല്ല, നിന്റെ അച്ഛനോട് മേടിച്ചിട്ട് പിന്നെ അവർക്ക് കൊടുത്താ പോരെ? വേറെ ആരോട് മേടിക്കാൻ ആന്റി? ഞങ്ങളുടെ റിലേഷനിൽ എന്റെ അച്ഛൻ മാത്രമേ റിച്ച് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാ. മാത്രമല്ല, ഇളയച്ചൻ അങ്ങനെ ആരോടും കടം മേടിക്കാറൊന്നുമില്ല, ഭയങ്കര അഭിമാനിയാ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ സുധി, നീ എന്താ പറയുന്നത്? എടാ, ഇവളോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, നിന്റെ അച്ഛന് 50 ലക്ഷം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച വിശ്വനാഥനില്ലേ, അയാളെ എങ്ങനെയും കണ്ടുപിടിച്ചിട്ട് ആ 30,000 രൂപ തിരിച്ചു മേടിച്ചിട്ട് നമുക്ക് അച്ഛന് കൊടുക്കാം. ബാക്കി 20 പിന്നെ കൊടുത്താ പോരെ? ഓ, നടക്കുന്ന കാര്യം വല്ലതും പറയടാ. ആ 30 ലക്ഷം രൂപയൊക്കെ പോയത് തന്നെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൻ പഠിച്ച കള്ളര് അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. വേറെ ഏതെങ്കിലും വഴിയിലൂടെ ക്യാഷ് സംഘടിപ്പിക്കാൻ നോക്ക്. ഓ, എന്ന് പറഞ്ഞാൽ എങ്ങനെ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് അല്ല, അത് കണ്ടുപിടിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ വിട്ടു കളയാൻ പറ്റുമോ? ആ, അതെ അച്ഛ, ആ ക്യാഷ് തിരിച്ചു കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല അച്ഛ. ഓഹോ, നീ അവനേക്കാൾ വലിയ കള്ളനല്ലേ, നിനക്ക് പോയി മേടിക്കത്തില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയും കയറി വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചി വന്നിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ രവീന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി? നീ നേരത്തെ എന്താ ഇന്ന് വണ്ടി ഒതുക്കിയോ? ഓ, ഓട്ടം തീരെ കുറവാ. ദേ, അച്ഛനല്ലേ പറഞ്ഞത് ആ വിശ്വനാഥനെ കണ്ടുപിടിക്കാന്, അതുകൊണ്ട് അതിന്റെ നെട്ടോട്ടത്തിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കോ? ആ, കണ്ടുപിടിച്ചിട്ട് എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്, വേണോ അമ്മ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചിരിക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, ദേ, ആ വിശ്വനാഥനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് മുഴുവൻ എന്റെ കയ്യിൽ കിട്ടണം. അപ്പൊ സജ്ജു ചോദിച്ചു, ഓഹോ, കണ്ടെത്തി ഞാൻ ആ ക്യാഷ് എടുക്കുമെന്ന് കരുതിയോ? ദേ, ഞാൻ നിന്നെ പോലെ മറ്റുള്ളവരുടെ ക്യാഷ് എടുത്തോണ്ട് ഓടി പോകാറില്ല സുധി. മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്തത് ഈ സച്ചി പറ്റിക്കപ്പെടാറുമില്ല. കറക്റ്റ് കാര്യങ്ങൾ ഈ സച്ചി ചെയ്യാറുള്ളൂ. ആരൊക്കെ പോട്ടെ, നീ എപ്പോഴാ സച്ചി അയാളെ കണ്ടുപിടിക്കുന്നത്? എനിക്ക് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. ക്യാഷ് എത്രയും പെട്ടെന്ന് വേണം. ഓഹോ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നൂല ഞാൻ ക്യാഷ് എടുത്ത് വിശ്വനാഥന് കൊടുത്തത്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ അന്വേഷിക്കുന്നത്. അച്ഛൻ അറിയോ, രേവതി ഇപ്പൊ CID വേഷം കെട്ടിരിക്കുക. രേവതി ഇപ്പം CID ആയിട്ട് നടന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് സുധി, എന്റെ ക്യാഷ് എപ്പൊ കിട്ടും? അതാ എനിക്ക് അറിയേണ്ടത്. നിന്റെ ക്യാഷ് എടുത്ത ഓടിയ ഫ്രോഡിന്റെ എന്ന ഇത് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി കഴിഞ്ഞിട്ട് കണ്ടെത്തണം, കണ്ടെത്തണം. നീ എന്നതാടാ ഈ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ദേ, ഇനിയിപ്പൊ അവനെ കണ്ടെത്തിയാലും ക്യാഷ് തിരിച്ചു തരുന്ന എന്താ ഇത്ര ഉറപ്പ്? അവൻ ക്യാഷ് തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ക്യാഷ് തിരിച്ചു തരാതെ ജയിലിൽ പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതെങ്ങനെ ശരിയാവുന്നേ? അപ്പൊ ക്യാഷ് കിട്ടത്തില്ലേ എന്ന് ചന്ദ്ര. രവീന്ദ്രൻ പറഞ്ഞു, അതങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. എന്തായാലും അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്ത്. എങ്ങനെയെങ്കിലും ക്യാഷ് തിരിച്ചു മേടിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രേവതി, എനിക്ക് വിശക്കുന്നു, ഇച്ചിരി ഭക്ഷണം എടുത്ത് വെക്ക്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഓ, ദേ, കണ്ണിൽ ചോരയില്ലാത്ത വർത്താനം പറയുന്ന കണ്ടില്ലേ? ഇവള് CD പണിക്ക് പോയതാ രാവിലെ തന്നെ. ദേ, ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കോ? ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചല്ലോ, ഞാനും ശ്രുതിയും. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിങ്ങളിപ്പോ വരുന്നവരെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. ഓ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇനി എന്ത് കഴിക്കും? പാർലർ നടത്തിയോടെ ഉണ്ടാക്കി തരാൻ പറ, പാർലർ നടത്തി നന്നായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നേ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എനിക്കാണെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം പിടിക്കത്തേ ഇല്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നമ്മുടെ രേവതി സച്ചി രണ്ടുപേർക്കും മേടിച്ചോണ്ട് വന്നല്ലോ, രവീന്ദ്രനും അതുപോലെ നമ്മുടെ ചന്ദ്രയ്ക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇനി ഇപ്പൊ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് സമയം വൈകിക്കും, രേവതിയോട് ഞങ്ങൾക്ക് 2 ദോശ ചുട്ട് തരാൻ പറ. അങ്ങനെ ചെയ്യാം. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഓ, പാർലറത്തി ഉണ്ടാക്കി നിനക്ക് പിടിക്കത്തില്ലല്ലേ, അതുകൊണ്ടാ നീ രേവതിയോട് ഉണ്ടാക്കി തരാൻ പറ എന്നൊക്കെ പറയുന്നതല്ലേ? പറ മെറ, നീ മര്യാദക്കിരിക്കുക. എന്റെ ഭാര്യ ഇവിടെ ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു, അതുപോലെ നമ്മുടെ വർഷ വന്നു. അപ്പൊ ചോദിച്ചു, ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചപ്പോഴത്തേക്കും, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കായിരുന്നോ? ഞങ്ങള് പിസ്സ കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പൊ നിങ്ങളും കഴിച്ചു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ നമ്മൾ മാത്രമല്ലേ കഴിക്കാത്തുള്ളൂ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇത് തന്നെ കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൊതി എടുത്ത് നമ്മുടെ രവീന്ദ്രൻ കാണിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വയറിന് എന്തോ പോലെ, എനിക്ക് ഹോട്ടൽ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, ഇപ്പൊ എങ്ങനെയെങ്കിലും നിനക്ക് രേവതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം, അടുക്കള കയറണം, അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എന്റെ ശ്രുതി, നീ പോയി ദോശ ഉണ്ടാക്കുക. ദേ അമ്മേ, ശ്രുതി ഉണ്ടാക്കുന്ന സൂപ്പർ ദോശ ഉണ്ട്, അത് നമുക്ക് കഴിക്കാന്നൊക്കെ.
എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഫോൺ എടുത്ത് സംസാരിക്കാണ് കേട്ടോ. ശരത്താണ് വിളിക്കുന്നത്. അപ്പം ആണോ എന്നൊക്കെ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി വന്നു കേട്ടോ. നമ്മുടെ രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സച്ചി കയറി വന്നിട്ട് എന്താ ആരാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ശരത്താ സച്ചിനെ വിളിച്ചത്. എന്താ അവൻ പറഞ്ഞത്? അത് പിന്നെ ക്യാഷിന്റെ ആവശ്യത്തിനല്ലാതെ ആന്റണി ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടത്രേ. അവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. വീഡിയോ പുറത്തു വിട്ടത് ആന്റണി ആകാനാണ് ചാൻസ് കൂടുതൽ. ശ്രുതിക്ക് അതുമായിട്ട് ബന്ധമുണ്ടോന്നും അവന് സംശയമുണ്ടോ? എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു രേവതി. ഇത് ഞാൻ നിന്നോട് സൂചിപ്പിച്ചല്ലായിരുന്നോ? അല്ല, പക്ഷെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, തെളിവ് വേണ്ടേ സച്ചേട്ടാ? തെളിവില്ലാതെ എന്തെങ്കിലും പറ്റുമോ? തെളിവാണെങ്കിൽ നമ്മുടെ കയ്യിലും ഇല്ലല്ലോ. ഓ, ആന്റണിയോട് ക്യാഷ് കടം മേടിച്ചതിനെ കുറിച്ചും വീഡിയോ പുറത്ത് വിട്ടതിനൊക്കെ കുറിച്ച് നീയേ നിന്റെ പൗഡർ നടത്തി വന്ന് തന്ത്രപൂർവ്വം സംസാരിക്ക്. അവളുടെ ഭാവമാറ്റം നീ നോക്കിക്കോണം. അതിന്ന് മനസ്സിലാക്കാം അവക്ക് അതിൽ പങ്കുണ്ടോ ഇല്ലയോന്ന്. അല്ല, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പഠിച്ച കള്ളി അവള് ഒന്നും വിട്ടു പറയത്തില്ല സച്ചേട്ടാ. എന്നാലും ഞാൻ സംസാരിച്ചു നോക്കാം. നീ ഒന്ന് സംസാരിച്ച് നോക്ക് രേവതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ സമയത്താണെങ്കിലേ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ദോശ ഉണ്ടാക്കാം. വർഷ എവിടെയുണ്ട്? അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, ഇത് എന്തു പറ്റി എന്റെ പൊന്നു ശ്രുതി ചേച്ചി? ദോശയോട് യുദ്ധം ചെയ്യാണോ? നമ്മുടെ ശ്രുതി മറച്ചിട്ടിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ മറിച്ചിടാൻ നോക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വർഷ പറയാം, ഇത് കൊത്തു പൊറോട്ട പോലെ ഉണ്ട്, ഇത് കൊത്തു ദോശയാണോ? അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. കൊത്തു പൊറോട്ട, ഇപ്പൊ കൊത്തു ദോശ. അതെ, ഇപ്പോഴേ പിസ്സ കഴിച്ചോണ്ടാന്ന് തോന്നുന്നു, വല്ലാത്തൊരു അസിഡിറ്റി അല്ലെ. ഒരു ചായ ഉണ്ടാക്കി തരണേ, രേവതി ചേച്ചി തന്നെ ഉണ്ടാക്കി തരുന്ന പോലെ ഉണ്ടാക്കണേ. എന്നാ പിന്നെ നിനക്ക് രേവതിയോട് പോയി പറയത്തില്ലേ? അല്ല, ശ്രുതി ചേച്ചി അല്ലേ ഇപ്പൊ കുക്ക് ചെയ്യുന്നത്, അപ്പൊ ശ്രുതി ചേച്ചി തന്നെ ഉണ്ടാക്കി തരണം. ഓ ശരി, ഇനി ഇതിന്റെ ഇടയ്ക്ക് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുക കേട്ടോ. ഒന്നും ശരിയാവുന്നില്ല. അവിടെ ഇവിടെ എന്താണ്ടൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. ദോശ കണ്ടാ ഭൂപടം പോലെ തോന്നും കേട്ടോ. പിന്നെ ആണെങ്കിൽ എണ്ണയോ ഒന്നും ഒഴിക്കാതെയാന്ന് തോന്നുന്നു, കുത്തിയോ മറച്ചോ ഒക്കെ ഇട്ട് ദോശ ഏറ്റവും ലാസ്റ്റ് മറ്റേ ഈ മുട്ട ചിക്കി എടുക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി വന്നിട്ട്, ഇതെന്താ ശ്രുതി കാണിക്കുന്നത് നീ? അത് പിന്നെ കുറെ സമയമായി തുടങ്ങിയിട്ട്, യുദ്ധം ചെയ്ത് എത്ര ദോശ പോയെന്ന് അറിയാമോ എന്റെ പൊന്നു രേവതി ചേച്ചി എന്ന് വർഷ. അത് ഭയങ്കര ചിരി. അപ്പൊ വർഷ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇട്ട് കളിയാക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾക്കൊരു വിലയില്ലല്ലോ എന്നോട്. ഓ, കളിയാക്കിയതൊന്നും അല്ല. ദോശ ചുടുമ്പോ ഇത്രയും തീ പാടില്ല, തീ കുറച്ചിടണം. ഇത്രയും തീ കൂട്ടിവെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കില്ലേ. പിന്നെ ദോശക്കല്ലിന് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ തൂത്തായിരുന്നോ? എണ്ണ തൂത്തില്ലെങ്കിൽ അടി പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തൂക്കണ്ട. ഇത് നോൺ സ്റ്റിക്ക് അല്ലല്ലോ, അപ്പൊ എണ്ണ തൂത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊന്നും ചെയ്തില്ലല്ലോ നീ? അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്തില്ല. അതാ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അത് പിന്നെ എനിക്കിതൊന്നും പറ്റണില്ല, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല. അപ്പൊ വർഷ പറഞ്ഞു, ഇത് നമുക്ക് ദോശന്ന് വിളിക്കണ്ട കേട്ടോ, ഊത്തപ്പം എന്ന് വിളിക്കാം, അതായിരിക്കും ശരി. ഊത്തപ്പം ഇതിന് നന്നായിട്ട് ചേരും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, കളിയാക്കാതെ എന്റെ പൊന്നു വർഷേ, ശ്രുതി നീ അവിടെ നിൽക്കി, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചൊക്കെ കൊടുക്കാം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടെ ദോശ തിന്നാൻ കാത്തിരിക്കുക. എന്താ ഇത്ര വൈകുന്നത്, കലി വരുവാന്നൊക്കെ പറഞ്ഞാ ഇരിക്കുന്നത്. അങ്ങനെ ദോശ എടുത്തോണ്ട് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ശ്രുതി എടുത്തോണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഇതെന്താ എന്റെ പൊന്നു ശ്രുതി, ഇത് ഊത്തപ്പമാണോ ദോശയാണോ അതോ കരിഞ്ഞപ്പമാണോ? ഇതെന്ത് ശ്രീലങ്കയുടെ ഭൂപടമോ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ അതൊന്നും കാര്യമാക്കണ്ട, മോള് ചട്നി ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ശ്രുതി. അങ്ങനെ ചട്നിയൊക്കെ മുക്കി നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ചന്ദ്ര. വായിലെടുത്ത് വെക്കുന്നത് കണ്ടു, അതേപടി പുറത്തേക്ക് വിടുന്നതും കണ്ടു. എന്റെ പൊന്നു, വായ്ക്കകത്ത് വെക്കാൻ കൊള്ളത്തില്ല. എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും ഏട്ടപാട് തീർന്നു കേട്ടോ. അങ്ങനെ വെള്ളത്തിന് വേണ്ടി തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിൽ ഒരു പിടിവലിയും നടന്നു. അങ്ങനെ ശ്രുതി ഉണ്ടാക്കിയ ദോശയും ചമ്മന്തി വായ്ക്കകത്ത് വെച്ച് കൂട്ടാൻ പറ്റുമോ? അതുമില്ല. ഇങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിലാക്കാനായിട്ട് ഇനി നമ്മുടെ ശ്രുതിനെ അടുക്കളയിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി തന്നെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ നീ അടുക്കളയിൽ കയറി പോയേക്കരുത്. അടുക്കളയിൽ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മുമ്പേ ഒന്ന് പറഞ്ഞേക്കണം, ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും പോയി ഫുഡ് കഴിച്ചേക്കാന്ന് നമ്മുടെ ചന്ദ്ര പറയുകയും ചെയ്തേ. ഈ സമയത്ത് നമ്മുടെ വർഷയ്ക്ക് ശ്രുതി ഇട്ട് തരുന്ന ചായ കുടിക്കാൻ പറ്റാതെ രേവതിയോട് പോയി പറയുകയാണെ, ഇതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്നി ചേച്ചി, ഒരു ചായ ഇട്ടതാന്ന്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ശ്രുതി. എന്താ ചോദിച്ചോ? അല്ല, ശ്രുതിക്ക് കുറെ കടം ഉണ്ടല്ലേ? കടവോ? എന്ത് കടം? കടം. അല്ല, ശ്രുതി ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാനോ? അത് കടം? ഞാൻ കടമൊന്നും മേടിച്ചിട്ടില്ല രേവതി.
അല്ല ശ്രുതി അല്ലേ ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസയൊക്കെ മേടിച്ചത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ. നമ്മുടെ രേവതി ആ മുഖത്തിന്റെ ഭാവമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? എന്റെ അനിയനും ആന്റണിയുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. അപ്പം ആന്റണിയുടെ അക്കൗണ്ടൻസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും അവന് മനസ്സിലായത് അവനാ എന്നോട് പറഞ്ഞത്. ശരിയാണോ? ഒത്തിരി കടമുണ്ടോ? ഒത്തിരി കടമുണ്ടോ ശ്രുതി? ആന്റണി ഈ നാട്ടിലൊരു വലിയ റൗഡിയാ, ക്രിമിനൽ അറിയാമോ? സച്ചേട്ടനും അവനും തമ്മിൽ നല്ല ശത്രുതയിലാ. ശ്രുതിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണല്ലോ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അമ്മയുടെ ക്യാഷ് ശരത്ത് എടുക്കാൻ കാരണവും അവനാ, ആ ആന്റണി. ശരത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതേ അവനാ, ആ ആന്റണി. പക്ഷെ ഇപ്പൊ ശരത്തിന് അവനുമായിട്ട് ബന്ധമൊന്നും ഇല്ല കേട്ടോ. എന്നാലും അതിന്റെ ദേഷ്യം ആന്റണിക്ക് നന്നായിട്ട് ശരത്തിനോടുണ്ട്. ശരത്തെ അമ്മയുടെ ക്യാഷ് എടുക്കുന്ന വീഡിയോ ഇല്ലേ, അത് പുറത്തു വിട്ടത് ആന്റണിയാണത്രേ. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കോടാനും ഒക്കെ തുടങ്ങി, പേടിയൊക്കെ ആയി തുടങ്ങി ശ്രുതിക്ക് ഒരു പരിഭ്രമമൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ കണ്ടിട്ട് ചോദിച്ചു, എന്താ ശ്രുതി ചേച്ചി എന്താ ഇങ്ങനെ വേർക്കുന്നത്? യോ എന്താ ചൂട്, ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും വേർക്കുന്നത്. ചൂടോ? എന്ത് ചൂട്? ചൂടൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ, ഞങ്ങളൊക്കെ വിറക്കുന്നില്ലല്ലോ ഇത്ര ചൂടെടുക്കാനായിട്ട്. എന്താ ശ്രുതി ചേച്ചി ഇത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ അടുക്കളയിൽ കുറച്ച് സമയം ജോലി ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ചൂട്. ശ്രുതി, പിന്നെ ആന്റണിയുടെ കയ്യിൽ നിന്ന് കടമൊന്നും മേടിക്കരുത് കേട്ടോ, അവനെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെ ഈ കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റും, സൂയിസൈഡ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും ഇങ്ങനെ പരവശപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശരി, നിങ്ങൾ രണ്ടുപേരുടെയും അഡ്വൈസിന് താങ്ക്സ്, എല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തരുത്, നന്നായിട്ട് മനസ്സിലായി. ഏതായാലും ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, ചേച്ചി ആ താങ്ക്സ് ഒന്നും ഉള്ളിൽ നിന്ന് വന്നൊന്നും അല്ല കേട്ടോ, നമ്മളൊന്ന് ആക്കി പറഞ്ഞത് തന്നെ, അത് ഉറപ്പല്ലേ? അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് ശരിയാ മോളെ, അവര് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണാവോ പറ്റിയത്? ആ മുഖത്തെ പരിഭ്രമമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പരിങ്ങിക്കളി ഉണ്ടെന്നാ തോന്നുന്നതെന്ന് ഏതായാലും വർഷയ്ക്ക് സഹിതം മനസ്സിലായി. ഏതായാലും രേവതി ഇത് മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ രേവതി നേരെ നമ്മുടെ സച്ചോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രീകാന്തിനോട് സച്ചി പറയാ. ശ്രീകാന്തിനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നു. ശ്രീകാന്ത് ചോദിച്ചു, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. സത്യമാടാ ഞാൻ പറഞ്ഞത്, ശരത്ത ഇതെന്നോട് പറഞ്ഞത്. അല്ല ശ്രുതിയെടുത്തിയുടെ അച്ഛൻ വലിയ കോടീശ്വരല്ലേ, വലിയ വീട്ടിലെ പെണ്ണാണെന്നൊക്കെയല്ലേ പറയാറ്, അവർക്ക് ആന്റണിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലേ എന്റെയും ചോദ്യം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ വന്നു കേട്ടോ. അപ്പൊ ശ്രുതി കേൾക്കാതെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സച്ചു പറയാണ്, കാരണം ശ്രുതി കേട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ലോ. ഏതായാലും ശ്രുതിയോടൊന്ന് സംസാരിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങാം. ശ്രുതിയേട്ട അവിടെ നിൽക്കി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? അല്ല ശ്രുതിയേട്ടന് ഇപ്പൊ കുറെ കടമുണ്ടല്ലേ, എന്താ നീ അങ്ങനെ ചോദിച്ചതോ? അല്ല ശ്രുതിയെടുത്ത് ആ റൗഡിയോടൊക്കെ കടം മേടിക്കുന്നത് അത് ശ്രുതിയേട്ടന് വേണ്ടി ആയിരിക്കൂലേ? ശ്രുതി കടം മേടിച്ചെന്നോ? ആരോട് കടം മേടിച്ചെന്ന്? അല്ല ആ റൗഡി ഇല്ലേ, ഏത് റൗഡി? ആന്റണി ഇല്ലേ, ആന്റണി. ഏത് ആന്റണി? അല്ല അന്ന് സച്ചേട്ടൻ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞ് ഒരു വ്യാജ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരുത്തനുണ്ടല്ലോ, സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, പ്രശ്നക്കാരനാണ്, വെറും ഫ്രോഡാ, അവനെ അറിയത്തില്ലേ? അവനെ എനിക്കറിയാം, കൊള്ള പലിശയ്ക്ക് കാശ് കൊടുക്കുന്നവനാ അവന്, ഒരു ക്രിമിനൽ അവന്. അവന്റെ കയ്യിൽ നിന്നാണ് ശ്രുതി അടുത്ത് പൈസ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുന്നത്. ശ്രുതി പൈസ മേടിച്ചെന്നോ? ശ്രുതി എന്തിനാ അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കടം മേടിക്കുന്നത്, അതും അവനെ പോലെ ഒരു ക്രിമിനലിന്റെ കയ്യിൽ നിന്ന്? ശ്രുതി അങ്ങനെ കടമൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ സുധിയേട്ടന് വേണ്ടി ഒന്നും അല്ലല്ലേ ക്യാഷ് മേടിച്ചത്? സുധിയേട്ടൻ അപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ല. കൊള്ളാം, ശ്രുതിയെടുത്ത് ക്യാഷ് കടം മേടിച്ചിട്ടുണ്ട്, അതുള്ള കാര്യം തന്നെയാ. അല്ല ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അത് സച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഇവനാണോ പറഞ്ഞത്? എടാ സച്ചി, എന്റെ വായിലിരിക്കുന്നത് വല്ലതും നീ കേൾക്കും കേട്ടോ. ഇവൻ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ ശ്രീകാന്തെ? ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഇവൻ പ്രശ്നം ഉണ്ടാക്കാം. നമ്മുടെ സച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യം, ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. എന്നാൽ ശരി, ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് നീ എങ്ങനെയാ അറിഞ്ഞത്? അത് പറ. അത് പിന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ആ ശരത്താ പറഞ്ഞത്, ആ ശരത്ത് രേവതി എടുത്തിയോട് പറഞ്ഞതാ, എടത്തി സച്ചേട്ടനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, അങ്ങനെയാണല്ലേ കാര്യങ്ങള്, അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. ഈ ഒരു സീൻ കാണിച്ച ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.